നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വിസിറ്റ് വിസയിൽ ദുബായിലെത്തുന്ന ചില ആളുകളെ മടക്കി അയക്കുന്നത് എന്തുകൊണ്ട്? വിസിറ്റ് വിസയിലെത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? കൃത്യമായ യാത്രാരേഖകളില്ലാത്തതിനാൽ കേരളത്തിൽ നിന്നുൾപ്പെടെ ദുബായിലെത്തിയ ആളുകൾക്ക് യാത്ര സാധ്യമാകാനാകാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. UAE ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർ പാലിക്കേണ്ട വ്യവസ്ഥകൾ കൃത്യമായി പരിശോധിച്ചതോടെയാണ് വിസയും വിമാന ടിക്കറ്റ് മാത്രമായി എയർപോർട്ടിലെത്തിയ നിരവധി ആളുകൾക്ക് മടങ്ങേണ്ടി വന്നത്. വിവിധ വിമാന കമ്പനികൾ ഇത് സംബന്ധിച്ച് യാത്രക്കാർക്ക് നേരത്തെ തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകി തുടങ്ങിയിട്ടുമുണ്ട്. രാജ്യത്തേക്ക് എത്തുമ്പോൾ എല്ലാവരും നിർബന്ധമായും പാലിക്കേണ്ട വർഷങ്ങളായി നിലനിൽക്കുന്ന വ്യവസ്ഥകൾ തന്നെയാണ് ഇതെല്ലാമെന്നാണ് പ്രധാനം. രാജ്യത്ത് സന്ദർശക വിസയെടുത്ത് കാലാവധി കഴിഞ്ഞും തിരിച്ചു പോകാതെ നിയമം ലംഘിച്ച് UAE താമസിക്കുന്നവർ ട്രാവൽ ഏജൻസികൾക്ക് പിഴ ചുമത്താനും പ്രവർത്തന വെല്ലുവിളികൾ നേരിടാനും കാരണമാകുന്നതായാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ഇത്തരം കേസുകൾ വർദ്ധിച്ചതാണ് ദുബായ് എയർപോർട്ടുകളിൽ കർശനമായ പ്രവേശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കിയ സാഹചര്യങ്ങളിൽ ഒന്ന്. വിസ കാലാവധി കഴിഞ്ഞും തിരിച്ചു പോകാതെ രാജ്യത്ത് താമസിക്കുന്നത് നിയമലംഘനമാണ്. എന്നാൽ കൃത്യമായ യാത്രാരേഖകൾ ഉള്ളവർക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. ടൂറിസ്റ്റ് വിസ ഹോൾഡേഴ്സിനുള്ള റെസ്ട്രിക്ഷൻസ് നിലവിൽ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളൊരു സിസ്റ്റമാണ്. അതായത് ടൂറിസ്റ്റ് വിസ ട്രാവലർ ഒരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ റിട്ടേൺ ടിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലിവിങ് എക്സ്പെൻസിനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓഫീസർ ആവശ്യപ്പെട്ടാൽ കാണിക്കുക എന്നുള്ളത് ഇന്ന് നേരത്തെ UAE നിലവിലുള്ളൊരു സംവിധാനം തന്നെയാണ്. റാൻഡമായിട്ട് നടക്കുന്ന ഒരു ചെക്കിങ്ങിൻ്റെ ഭാഗമായി വിവിധ നാഷണാലിറ്റികൾക്ക് വിവിധ സമയങ്ങളിൽ ഇത്തരം പ്രൊസീജിയേഴ്സുകളിൽ പോകേണ്ട വിശേഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. അതിൽ ആകുലപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായും പ്രത്യേകിച്ചൊന്നുമില്ല. അവരൊരു റിട്ടേൺ ടിക്കറ്റ് ആവശ്യപ്പെട്ടാൽ കാണിക്കാം. എവിടെയാണ് അക്കോമഡേഷൻ, ഹോട്ടൽ ബുക്കിങ്ങോ ഫ്രണ്ട്സിൻ്റെ പ്ലേസോ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പ്ലേസിൻ്റെ അഡ്രസ്സ്, ആ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു റിലേഷൻ ബോധ്യപ്പെടുത്തുന്ന പോലെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്, കൂടാതെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ക്രെഡിറ്റ് കാർഡോ ലിവിങ് എക്സ്പെൻസുള്ള കാശും അവർ കേപ്പബിളാണ് എന്നുള്ളത്. കൂടുതലും ഈ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളാണ് ഈ ടൂറിസ്റ്റ് വിസയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സെപ്പറേറ്റ് വിസ തന്നെയുണ്ട്, ജോബ് സീക്കേഴ്സ് വിസ എന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകൾ, യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓൾറെഡി ബിഫോർ ദ ട്രാവലിംഗ് ഇറ്റ്സെൽഫ് നമ്മൾ ആ ജോബ് സീക്കേഴ്സ് വിസ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോബ് സീക്കേഴ്സ് വിസയിൽ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക്, ഗ്രാജുവേഷനൊക്കെ ഉള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അത് തന്നെയായിരിക്കും, ജോബ് സീക്കേഴ്സ് വിസ ആയിരിക്കും നന്നായിരിക്കാം. ഈ വിസിറ്റ് വിസ എന്ന് നമ്മൾ പറയുന്ന ടൂറിസ്റ്റ് വിസയിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വിവിധ രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു എമിഗ്രേഷൻ റൂള് UAE ബാധകമാണ് എന്ന് മാത്രമേ ഉള്ളൂ. വിസ കാലാവധി കഴിഞ്ഞും തിരിച്ചു പോകാതെ നിയമം ലംഘിച്ച് UAE താമസിക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ പിഴകളാണ്. ദിവസക്കണക്കിന് പിഴത്തുക നൽകേണ്ടി വരും. വിസ ഗ്രേസ് പീരീഡിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് സന്ദർശക വിസക്കാർ കൂടുതൽ സമയം താമസിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിസ കാലഹരണ തീയതിക്ക് ശേഷം തുടരാൻ 10 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ഈ ഗ്രേസ് പീരീഡ് കഴിഞ്ഞ വർഷം നീക്കം ചെയ്തിരുന്നു. സന്ദർശക വിസയെടുത്ത് കാലാവധി കഴിഞ്ഞും തിരിച്ചു പോകാതെ നിയമം ലംഘിച്ച് UAE താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് കർശനമായ പ്രവേശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ അധികൃതരെ നിർബന്ധിതരാക്കിയ കാരണങ്ങളിലൊന്ന്. അതിനാൽ തന്നെ യാത്രയ്ക്ക് മുൻപ് കൃത്യമായ രേഖകൾ കരുതേണ്ടത് അത്യാവശ്യമാണ്. കൂടുതലും ഇത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ് പലരെയും വെട്ടിലാക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയിൽ പണം നൽകിയാൽ മതി UAE പാർട്ണർ വിസ നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിയുള്ള പരസ്യങ്ങളും ഒരു ഭാഗത്ത് വ്യാപകമായി പ്രചരിക്കുന്നതായും ഇതിന് കൃത്യമായ വസ്തുത ബിസിനസ് തുടങ്ങാനായി തയ്യാറായിരിക്കുന്ന നിലവിൽ ഇന്ത്യയിൽ ഉള്ളവർ അറിയണമെന്നും
ഇന്ത്യയിൽ പണം നൽകുന്നവർ നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതെന്ന് ഉറപ്പിക്കണമെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. നിലവിൽ ശ്രദ്ധയിൽപ്പെട്ടു പാർട്ണർ വിസയ്ക്കുള്ള കാശ് നാട്ടിൽ കൊടുത്തുകൊണ്ട് ഇവിടെ വിസ നേടാമെന്ന്. തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ കാശ് കൊടുക്കുന്ന സമയത്ത് അത് ബാങ്ക് മുഖേന ഇൻ്റർനാഷണൽ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് പ്രകാരം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടികൾക്ക് വിധേയമാവും. വിദേശ കറൻസി നമ്മുടെ ഇവിടെയുള്ള ഒരു കാര്യത്തിന് നാട്ടിൽ പേയ്മെൻറ്റ് കൊടുത്ത് നടത്തുന്നത് അത് ഉദ്യോഗാർത്ഥികളെയും ഇൻവെസ്റ്റേഴ്സിനൊക്കെ തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊസീജിയേഴ്സാണെന്ന് മനസ്സിലാക്കുന്നു. അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ വ്യത്യസ്തമായ ഓഫറുകൾ നൽകിക്കൊണ്ട് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ കാശ് കൊടുക്കാം, നിങ്ങൾക്ക് ഇവിടെ വിസ നേടാം. അപ്പോൾ നാട്ടിൽ കാശ് കൊണ്ട് ഇവിടെ വിസ നേടുക എന്നുള്ള രണ്ട് രാജ്യങ്ങൾക്കും അത് അവരുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സിൻ്റെ പ്രൊസീജിയേഴ്സ് തീർച്ചയായിട്ടും വിധേയമാകും. അതിന് അറിവില്ലാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം. നിങ്ങളുടെ ഒരു പർപ്പസിന് നിങ്ങൾ അവിടെ നാട്ടിൽ കാശ് കൊടുത്തിരുന്നെങ്കിൽ ആ കാശ് ബാങ്ക് മുഖേന നിങ്ങൾ ഇവിടുത്തെ ഏത് അതോറിറ്റീസിനാണോ കൊടുക്കുന്നത് ആ ബാങ്ക് മുഖേന ട്രാൻസ്ഫർ ചെയ്യണം. അല്ലാത്തൊരു പക്ഷം നമ്മൾ ഒരു ഹവാല ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ ഫിനാൻഷ്യൽ ആക്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ അതിനിടെ UAE ഗോൾഡൻ വിസ ഉൾപ്പെടെയുള്ളവയ്ക്കായി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് ഓരോ ദിവസവും അപേക്ഷയും നൽകുന്നത്. ഗോൾഡൻ വിസ അനുവദിച്ചതിനും വലിയ വർധനവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 1,58,000 ഗോൾഡൻ വിസ നൽകിയതായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗോൾഡൻ വിസകളുടെ എണ്ണം ഇരട്ടിയിലധികമായെന്നാണ് GDRFA അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾ, നിക്ഷേപകർ, വ്യവസായികൾ എന്നിവർക്കെല്ലാമാണ് 10 വർഷത്തെ ഗോൾഡൻ വിസ നൽകുന്നത്. ഗോൾഡൻ വിസ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ ഇരട്ടിയിലധികം തന്നെ ഗോൾഡൻ വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1,60,000 ഗോൾഡൻ വിസ UAE ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് വിവിധ രാജ്യങ്ങളിലെ കഴിവുള്ള സെലിബ്രിറ്റികൾ, അതേപോലെ മിടുക്കരായ വിദ്യാർത്ഥികൾ, സയൻറ്റിസ്റ്റുകൾ, അതേപോലെ സെലിബ്രിറ്റികൾ, അങ്ങനെ വിവിധ മേഖലകളിൽ നൈപുണ്യം തെളിയിച്ചിരിക്കുന്ന ആളുകളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നുള്ളത് ഗോൾഡൻ വിസയുടെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ വിസ കൂടുതൽ ബില്യനേഴ്സിനെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിലും ഇൻവെസ്റ്റേഴ്സ് വിസ മുഖേന തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു എക്കണോമിക് ബൂം UAE ഇത്ര അടുത്ത കാലങ്ങളിൽ എസ്പെഷ്യലി കോവിഡിന് ശേഷമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ വിസയ്ക്ക് അതിനൊരു നിർണായക പങ്കുണ്ട്. പിന്നെ ഗോൾഡൻ വിസയുടെ ആവശ്യക്കാരും വളരെ കൂടുതലാണ്. സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് ഇനി യാത്ര. ഇവിടെ ഒരു സൗദി പൗരൻ്റെ വീട്ടിൽ ക്യാമറകളുടെ അപൂർവ ശേഖരം തന്നെയുണ്ട്. ആ കാഴ്ച കാണാം. ക്യാമറകൾ കഥ പറയുകയാണിവിടെ. എപ്പോഴോ മനസ്സിൽ കുടിയേറിയ ക്യാമറകളോടുള്ള പ്രണയമാണ് ലോകത്തെ എല്ലായിടങ്ങളിൽ നിന്നും അത്യപൂർവങ്ങളായ ക്യാമറകൾ ശേഖരിക്കാൻ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചത്. ഇത് കേവലം കാഴ്ചകൾ മാത്രമല്ല, കാലത്തിന്റെ ചരിത്രപഥങ്ങൾ കൂടിയാണ്. സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയായ ദമാമിലെ ദല്ലയിൽ താമസിക്കുന്ന സൗദി പൗരൻ അൻവർ അൽ ഖത്താനി സഞ്ചരിക്കുന്ന പഥങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയ 1000-ലധികം ക്യാമറകളും അപൂർവ വസ്തുക്കളുമാണ് ഈ മനുഷ്യന്റെ സ്വീകരണ മുറികളെ അലങ്കരിക്കുന്നത്. കൗമാരയാത്രയിലെ വഴിയിലെവിടെയോ ഉള്ളിൽ കയറിക്കൂടിയ കമ്പം ജീവിതത്തിൽ ഇത്രയേറെ അപൂർവതകൾ സമ്മാനിക്കുമെന്ന് അൻവർ ഖത്താനിയും കരുതിയില്ല. ലോക ചരിത്രത്തിലെ ആദ്യ സ്വനഗ്രാഹി യന്ത്രം മുതൽ കാലം കടന്ന് വിസ്മൃതികളിലേക്ക് മറഞ്ഞ ഫോണുകളും റെക്കോർഡിംഗ് സിസ്റ്റങ്ങളും അത്യപൂർവങ്ങളായ ആയിരക്കണക്കിന് സംഗീത ആൽബങ്ങളും സഹിതം വിസ്മയ ലോകമാണ് അൻവർ ഒരുക്കിയിരിക്കുന്നത്. നാണയങ്ങളുടെയും കറൻസികളുടെയും അമൂല്യ സമ്പത്തും വേറെയുണ്ട്. കേവലം ശേഖരണങ്ങൾക്കപ്പുറം അൻവറിന്റെ പക്കലുള്ള ഓരോ സാധനങ്ങൾക്കും ഓരോ കാലഘട്ടത്തിന്റെ കഥ പറയാനുണ്ട് എന്നതാണ് സത്യം. സൗദിയിൽ ആദ്യമായി
ടെലിഫോൺ സംവിധാനങ്ങൾ ആരംഭിച്ച കാലം മുതൽ ഇന്നുവരെ എത്തിനിൽക്കുന്ന വൈവിധ്യങ്ങളുടെ ശേഖരം നമുക്ക് പറഞ്ഞു തരുന്നത് ശാസ്ത്രത്തിന്റെ അതിവേഗ വളർച്ചയുടെ ചരിത്രം കൂടിയാണ്. നാണയങ്ങളിട്ട് വിളിക്കുന്ന ഫോണുകൾ പ്രവാസികളിലെ പുതിയ തലമുറയ്ക്ക് അധികം പരിചയമുണ്ടാകില്ല. എന്നാൽ പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്വം ചുരത്തുന്ന ഓർമ്മ കൂടിയാണത്. സൗദിയിലെ മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഫോണുകൾ അൻവറിന്റെ ശേഖരത്തിലുണ്ട്. പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന പ്രത്യേകതയുള്ള ഫോണുകളും പേജറുകളുടെ വൈവിധ്യങ്ങളും ഇവിടെയുണ്ട്. ഒരു കാലത്ത് ഒരു ജനതയുടെ അവിഭാജ്യ ഭാഗമായിരിക്കുകയും പിന്നീട് വിസ്മൃതിയിലേക്ക് മറയുകയും ചെയ്ത പലതും അൻവർ ഇന്നും പ്രിയത്തോടെ സൂക്ഷിക്കുന്നു. മറ്റൊരു കൗതുകം, ഒരു നൂറ്റാണ്ടിന് മുൻപ് നാണയങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്. കാൽക്കുലേറ്ററിന്റെ പ്രാചീന രൂപവും അൻവറിന്റെ ശേഖരത്തിൽ കാണാം. ഈജിപ്തിലെ സീനാ പർവ്വത നിരകളിലെ വജ്രക്കല്ലുകൾ ഉൾപ്പെടെ അത്യപൂർവമായ മറ്റൊരു ശേഖരം കൂടി അൻവറിന് സ്വന്തമായുണ്ട്. ടൈപ്പ് റൈറ്ററുകളുടെ വലിയ ശേഖരമാണ് മറ്റൊരു മുതൽക്കൂട്ട്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വൈവിധ്യ ഭാഷകൾ തെളിയുന്ന അതിപ്രധാന രേഖകൾ പിറന്നു വീണ പല ടൈപ്പ് റൈറ്ററുകളും അൻവറിന്റെ ശേഖരങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. എല്ലാവരും മറന്നുപോകുന്നതെല്ലാം അൻവർ ഖത്താനി ഏറെ പ്രിയത്തോടെ തന്നോടൊപ്പം ചേർത്തു വയ്ക്കുകയാണ്. അന്ധന്മാർക്കായി ഉണ്ടാക്കിയ പ്രത്യേകതകളുള്ള ടൈപ്പ് റൈറ്റർ ഇപ്പോൾ അധികം ആരുടെയും പക്കൽ ഉണ്ടാകില്ല. പക്ഷേ അൻവറിന്റെ ശേഖരത്തിലെ ഒരു പ്രധാന ഇനമാണിത്. മെർലോ പാർക്കിലെ മാജിക്കുകാരനെന്ന് ജനങ്ങൾ വിളിച്ച ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ 1880കളിൽ ശബ്ദം റെക്കോർഡ് ചെയ്ത മെഷീനും അതേ പ്രവർത്തന മികവോടെ അൻവറിന്റെ പക്കലുണ്ട്. അതിന്റെ 2ാം തലമുറയും 3ാം തലമുറയും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ക്യാമറകളാണ് അൻവർ ഖത്താനിയുടെ ശേഖരത്തിലെ മികവാർന്ന സ്വത്ത്. 1000-ലധികം വരും ക്യാമറകൾ. കൗമാരക്കാലത്താണ് അൻവർ ഖത്താനിക്ക് സ്വന്തമായി ഒരു ക്യാമറ ലഭിച്ചത്, പോളറോയിഡ് ക്യാമറ. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഫോട്ടോകൾ എടുത്തു കൊടുക്കലായിരുന്നു പ്രധാന ഹോബി. പടം കണ്ടവരുടെയൊക്കെ മുഖത്ത് വലിയ സന്തോഷം. ഇത് കാണുന്നത് അൻവർ ഖത്താനിക്ക് വലിയ സന്തോഷവും ഊർജവും പകർന്നു. എന്നാൽ പിന്നെ ഇതിനേക്കാൾ മികച്ച മറ്റൊന്ന് വാങ്ങണമല്ലോ. പിന്നെ അതൊരു ആവേശമായി. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പകർന്ന് ആഗ്രഹം നീണ്ടുപോയപ്പോൾ അൻവർ ഖത്താനിയുടെ ശേഖരത്തിൽ ക്യാമറകളുടെ എണ്ണവും കൂടി വന്നു. അതിപ്പോൾ 1000 കടന്നിരിക്കുകയാണ്. നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണ കാഴ്ചകൾ തേടിപ്പോയാൽ നമുക്ക് നൂറ്റാണ്ടുകൾ പുറകിലേക്ക് പോകേണ്ടി വരും. റഷ്യയിൽ 1914കളിൽ ഉപയോഗിച്ചിരുന്ന കറൻസികൾ, ഇസ്രായേൽ അധിനിവേശത്തിന് മുമ്പുള്ള ഫലസ്തീൻ കറൻസികൾ, സൗദി രൂപപ്പെടുന്നതിന് മുൻപും ശേഷവുമുള്ള എല്ലാത്തരം കറൻസികളും, ഇങ്ങനെ അറേബ്യൻ ഗൾഫിൽ മൊത്തമായി നിലവിലുണ്ടായിരുന്ന കറൻസികൾ, ഡോളറുകളുടെ വകഭേദങ്ങൾ തുടങ്ങി മൂല്യമളക്കാനാകാത്ത സമ്പത്താണ് ഈ മനുഷ്യൻ തൻ്റെ ഫയൽ കൂമ്പാരങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ കുടുംബത്തിൽ നിന്നും വലിയ എതിർപ്പായിരുന്നു അൻവർ ഖത്താനിക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും അൻവർ ഖത്താനിയുടെ ശേഖരണശീലത്തെ ഏറെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ജോലിയിൽ നിന്ന് വിരമിച്ച് ഈ സാധനങ്ങൾ കൊണ്ടൊരു മ്യൂസിയം തീർക്കണമെന്നാണ് അൻവർ ഖത്താനിയുടെ വലിയ ആഗ്രഹം. കുവൈറ്റ് എന്ന രാജ്യത്തിൻ്റെ വളർച്ച പരിശോധിച്ചാൽ ഓയിൽ കണ്ടെത്തുന്നതിന് മുൻപും പിൻപുമെന്ന് നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താം. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ട പേരാണ് കുവൈറ്റ് ഓയിൽ കമ്പനിയുടേത്. ഈ കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ചരിത്രവും വർത്തമാനവും പരിശോധിക്കുകയാണ് അറേബ്യ ദിസ് വീക്കിൽ ഇത്തവണ. ആയിരത്തി 1934 കുവൈറ്റ് ഓയിൽ കമ്പനി രൂപീകരിക്കുന്നത്. ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി, ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ എന്നീ കമ്പനികളുടെ സഹകരണത്തോടെയാണ് കുവൈറ്റ് ഓയിൽ കമ്പനി രൂപീകരിച്ചത്. രൂപീകരണത്തിന് 2 വർഷങ്ങൾക്കിപ്പുറം 1936 ആദ്യമായി ഓയിൽ പരിവേഷണം ബഹ്റാഹിൽ ആരംഭിക്കുന്നത്. 1938 ബുർഗാൻ ഫീൽഡിൽ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതോടെയാണ്
വാണിജ്യ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ എണ്ണയുടെ ഉൽപ്പാദനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നത്. ജൂൺ 13 ബ്രിട്ടീഷ് ഓയിൽ ടാങ്കറായ ഫ്യൂസിലിയറിലേക്ക് ഷെയ്ഖ് അഹമ്മദ് അൽ ജാബർ അൽ സബാഖ് ഓയിൽ കൈമാറിയതോടെയാണ് കുവൈറ്റിൽ നിന്നും ആദ്യമായി ക്രൂഡ് ഓയിൽ കയറ്റുമതി ആരംഭിക്കുന്നത്. തുടർന്ന് 3 വർഷങ്ങൾക്കിപ്പുറം 1949 മീന അൽ അഹമ്മദിയിൽ ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിയം പ്രൊഡക്ട്സ് വേർതിരിക്കുന്ന ആദ്യ റിഫൈനറി സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് ക്രൂഡ് ഓയിൽ ഉൽപാദന രംഗത്തും എണ്ണ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന രംഗത്തും പടിപടിയായുള്ള വളർച്ചയ്ക്കാണ് കുവൈത്ത് സാക്ഷ്യം വഹിച്ചത്. 1955 കുവൈത്തിന്റെ വടക്കൻ മേഖലയായ റൗദത്തൈനിൽ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി. എണ്ണ വിപണനം 1946 ആരംഭിച്ചെങ്കിലും 1959 കുവൈറ്റിന് സ്വന്തമായി ഓയിൽ ടാങ്കർ ഉണ്ടാകുന്നത്. കാസ്മ എന്ന പേരിൽ 46,000 ടൺ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള ഓയിൽ ടാങ്കറാണ് അന്ന് കമ്മീഷൻ ചെയ്തത്. 1975 കുവൈത്ത് ഗവൺമെന്റ് കുവൈത്ത് ഓയിൽ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നത്. 1979 വലിയ ഓയിൽ ടാങ്കറുകളിൽ ക്രൂഡ് ഫിൽ ചെയ്യാനുള്ള സിംഗിൾ പോയിന്റ് സംവിധാനവും ഏർപ്പെടുത്തി. 1980 കുവൈത്ത് മറ്റൊരു വഴിത്തിരിവിന് സാക്ഷ്യം വഹിക്കുന്നത്. സർക്കാർ അധീനതയിലുള്ള എല്ലാ കമ്പനികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ രൂപീകരിക്കപ്പെടുന്നത് ഈ വർഷമാണ്. ആയിരത്തി 1990 ഇറാഖ് അധിനിവേശത്തെ തുടർന്ന് കുവൈത്ത് ഓയിൽ കമ്പനിയുടെ 80% പ്രൊജക്ടുകളും അനുബന്ധ സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു. 700ഓളം എണ്ണ കിണറുകൾക്കാണ് അന്ന് ഇറാഖ് പട്ടാളം തീയിട്ടത്. 91 നവംബർ 6 ഭൂരിഭാഗം തീയും അണച്ചെങ്കിലും 93 അധിനിവേശത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് വീണ്ടും വാണിജ്യ ഉൽപാദനം ആരംഭിച്ചത്. 2 മില്യൺ ബാരലിൽ അധികമായിരുന്നു അന്ന് പ്രതിദിന ഉൽപാദനം. 2005 സാബ്രിയ ഫീൽഡിൽ നിന്നുള്ള ക്രൂഡ് ഉൽപാദനം ആരംഭിച്ചു. 2006 കുവൈറ്റിന്റെ വടക്കൻ മേഖലയിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി. ഇത് കുവൈറ്റിന്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി. കുവൈറ്റിന് ആവശ്യമുള്ള പവർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പര്യാപ്തമായിരുന്നു ഈ വാതക നിക്ഷേപം എന്നതാണ് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം. കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനായി റിഫൈനറികളിലെ ഗ്യാസ് ഫ്ലെയർ കുറയ്ക്കുന്നതിനുള്ള നിരവധി നടപടികളാണ് കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് എക്സിബിഷൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രദർശന പരിപാടികളും ഈ കാലയളവ് തൊട്ട് നടത്തി വരുന്നുണ്ട്. 2019 കുവൈറ്റ് ഓഫ്ഷോറിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി പര്യവേഷണവും ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളും ആരംഭിച്ചു. 2021 സൗത്ത് റത്ഖ ഫീൽഡ് പദ്ധതിയിൽ നിന്ന് ഹെവി ഓയിലിന്റെ ആദ്യ കയറ്റുമതി ആരംഭിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 2022 കമ്പനിയുടെ പ്രവർത്തനങ്ങളിലെ ഗ്യാസ് ജ്വലനം 0.5% കുവൈറ്റ് ഓയിൽ കമ്പനി റെക്കോർഡ് സൃഷ്ടിച്ചു. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് KOC ഈ ലക്ഷ്യം കൈവരിച്ചത്. കുവൈത്തിന്റെ വടക്ക് മുതൽ മീന അൽ അഹമ്മദി വരെ നീളുന്ന 40 ഇഞ്ച് സ്ട്രാറ്റജിക് ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ 2023 നടന്നത്. ഇതൊക്കെയാണ് കുവൈത്ത് ചരിത്രവുമായി ഇഴപിരിയാത്ത ബന്ധമുള്ള കുവൈത്ത് ഓയിൽ കമ്പനിയുടെ നാൾവഴികൾ. ഇത്രയും വർഷത്തെ ഇവിടുത്തെ ജീവനക്കാരുടെ ചരിത്രം പരിശോധിച്ചാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാർ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതായി മനസ്സിലാക്കാം. ഇപ്പോഴും ജോലിയിൽ തുടരുന്ന നിരവധി എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ കാണാം. KOCയുടെ തുടക്കം മുതൽ ഇന്ന് വരെ 20 ചെയർമാൻമാരാണ് ഉണ്ടായിട്ടുള്ളത്. അഹമ്മദ് ജാബർ അൽ ഈഡനാണ് നിലവിൽ KOCയുടെ ചെയർമാൻ.
KOC കമ്പനി എന്നതിനൊപ്പം തന്നെ തങ്ങളുടെ ചുറ്റുപാടുകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായി അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ജീവനക്കാർക്കും സമൂഹത്തിനും തിരികെ നൽകുന്നത് ഉത്തരവാദിത്തമാണ് എന്ന കാഴ്ചപ്പാടോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കോർപ്പറേറ്റ് ഓഫീസ് കേന്ദ്രമായ അഹമ്മദിയയിലും പരിസരത്തും നിരവധി കമ്മ്യൂണിറ്റി സെന്ററുകളും പൊതു പാർക്കുകളും ഉൾപ്പെടെ നിരവധി ലാൻഡ്മാർക്കുകൾക്ക് KOC ധനസഹായം നൽകുകയും പരിപാലിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കമ്പനിക്കുള്ളിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് ജീവനക്കാർക്കുള്ള പരിശീലനവും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ദേശീയ വിമോചന ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കൽ, പൂന്തോട്ട പരിപാലന മത്സരം, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. കുവൈറ്റിന്റെ പരിസ്ഥിതിയെ പരിപാലിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം പ്രകൃതി സംരക്ഷണവും നിരവധി മരുപ്പച്ചകളും സൃഷ്ടിക്കുന്നതിനുള്ള പരിശ്രമവും KOC ഏറ്റെടുത്തിട്ടുണ്ട്. കുവൈത്തിന്റെ ചരിത്രത്തിനൊപ്പം പിരിയാത്ത ബന്ധമുള്ള കമ്പനിയെക്കുറിച്ചാണ് നാം പറയുന്നതെന്ന് മുമ്പേ പറഞ്ഞിരുന്നു. അവരുടെ വന്ന വഴിയും വർത്തമാനവും അറിഞ്ഞിരിക്കുന്നു. വാണിജ്യപരമായി കുവൈറ്റിന് നൽകുന്ന സംഭാവനകൾക്കപ്പുറം എത്രമാത്രം കുവൈറ്റ് സമൂഹവുമായും പരിസ്ഥിതിയുമായും ഒരു കമ്പനി ഇടപഴകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.